എല്ലാ സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി ലൈഫ് വിഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ ആരെയും ഭീതിപ്പെടുത്താനുള്ള ഒരു വീഡിയോ അല്ല, എന്നാൽ യാഥാർത്ഥ്യങ്ങളെ ശ്രോതാക്കളിലേക്ക് അറിയിക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ്. നമുക്കറിയാം, നാം ലോകം രണ്ട് മഹായുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതാണ്. അതിൻ്റെ ഭവിഷ്യത്തുകൾ ഇന്നും അനുഭവിക്കുന്ന ഒരു കൂട്ടർ ജപ്പാൻ നാഗസാക്കിയിൽ ജീവിച്ചിരിപ്പുണ്ട്. അന്നത്തെ യുദ്ധങ്ങൾ ഒത്തിരി നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങളായിരുന്നു. എന്നാൽ ഇന്നത്തെ ലോക ജിയോ പൊളിറ്റിക്സ് കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ ഏത് സമയത്തും ഒരു മൂന്നാം ലോക മഹായുദ്ധം ആരംഭിക്കാം. ആ ഒരു ലെവലിലാണ്. നമുക്കറിയാം, ഇപ്പോൾ എത്ര നാളുകളായി തുടരുന്നൊരു യുദ്ധമാണ് റഷ്യയും ഉക്രൈനും. അത് കഴിഞ്ഞാൽ ഈ ഇസ്രായേലും കുറേ ഭീകരവാദികളും തമ്മിലുള്ളൊരു യുദ്ധം. അത് കഴിഞ്ഞ് ഇസ്രായേൽ, ഇറാൻ, അമേരിക്ക ഇവരുടെ ബുദ്ധിമുട്ടുകൾ, മിഡിൽ ഈസ്റ്റിലായിരുന്നാലും മറ്റു ഭാഗങ്ങളിലായും എവിടെയും ഭീഷണികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് പൊളിറ്റിക്കലി, അത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോടും, ചില രാജ്യങ്ങളിൽ ഇൻസൈഡ് ആന്തരികമായി തന്നെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ മുൻകാലങ്ങളിലുള്ള കണക്കുള്ള യുദ്ധമല്ല ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അതായത് വലിയ നാശം വിതയ്ക്കുന്ന അണുബോംബ് വഹിക്കാൻ ശേഷിയുള്ള മിസൈലുകളാണ് എല്ലാ രാജ്യക്കാരും സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഒരു ആയുധം ഉപയോഗിച്ചാൽ യുദ്ധത്തിൽ പെടാത്ത രാജ്യങ്ങൾക്കുള്ളവർക്കും അതിൻ്റെ അനന്തരഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. കാരണം ഒരു മൂന്നാം ലോക മഹായുദ്ധം തുടങ്ങിയാൽ 90% നാശവും ഈ ലോകത്തിനുണ്ടാകും. കാരണം അത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അതൊരു ദൈവത്തിൻ്റെ കളിയാണ്. കാരണം നാം ഇപ്പോൾ പരീക്ഷണം നടത്തുന്നത് മുൻകാലങ്ങളിൽ നാം ഈശ്വരനെ ശക്തിയായി കണ്ട സൂര്യനെയും ചന്ദ്രനെയുമാണ് ഇപ്പോൾ പരീക്ഷണങ്ങളായി നമ്മൾ ഒരു ലാബായി മാറ്റിയിരിക്കുകയാണ്. തീരുന്നില്ല. അതിലുമുപരി നാം ആരാധിക്കുന്ന ഭൂമിദേവിയുടെ ഉള്ളിൽ തന്നെ തുരങ്കങ്ങൾ നിർമ്മിച്ച് അവിടെ ആയുധശേഖരത്തിൻ്റെ പുരയും, അതിനുമപ്പുറം തുരങ്കങ്ങൾ നിർമ്മിച്ച് അണുവായുധങ്ങൾ പരീക്ഷിക്കാനുള്ള കേന്ദ്രമായി ഭൂമിദേവിയെ മാറ്റിക്കഴിച്ചു. ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ഒരിക്കൽ ഈ പ്രകൃതി ദേവി നമ്മളെ തിരിച്ച് ഒരു പാഠം പഠിപ്പിച്ചിരിക്കും. അതെവിടെ നിന്ന് തുടങ്ങുന്നു, ആർക്കാണ് നാശം വിധിക്കുന്നു, ആർക്കും ഒന്നും പറയാൻ നമുക്ക് സാധ്യമല്ല. നാം ചിന്തിക്കേണ്ടത്, നമ്മുടെ ലോകം നാശത്തിൽ നിന്ന് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആരും സത്യസന്ധരല്ല. എല്ലാവരും അവരുടെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി എന്ത് ഹീനപ്രവൃത്തിയും ചെയ്യുന്നു. അത് ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ വിപത്താണ്. ഇവിടെ മനസ്സാക്ഷിയോടുകൂടി ആരും തന്നെ ഒരു സമാധാനത്തിനുള്ള ശ്രമം നടത്തുന്നില്ല. സമാധാന ശ്രമം നടത്തുന്നത് തന്നെ അവിടെ പാരിതോഷികവും മറ്റു പലതും ആഗ്രഹിച്ചുകൊണ്ടാണ്. അറിയാം, ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, പാകിസ്ഥാനും സൗദിയും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടായി. അതും അവരുടെ ഉടമ്പടി ഏതെങ്കിലും രാജ്യത്തെ ആക്രമിച്ചാൽ പരസ്പരം ഇവർ സപ്പോർട്ട് ചെയ്യണം. അവസാനം അതൊരു പൊള്ളയായിപ്പോയി. സൗദി അറേബ്യ ഹൂതികളുമായി ഫൈറ്റ് ചെയ്തപ്പോൾ പാകിസ്ഥാൻ്റെ പട്ടാളത്തിന് അവിടെ
പരസ്യമായി യുദ്ധം ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ പെട്ടുപോയി. കാരണം ഇവരൊന്നും ഈ കാട്ടിക്കൂട്ടുന്ന ഈ കരാറുകളെല്ലാം പ്രായോഗികം ആക്കാൻ ബുദ്ധിമുട്ടാണ്. നാം വളരെ വിഷമം പിടിച്ചൊരു ഘട്ടത്തിലേക്കാണ് ഈ ലോകം തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് മനസ്സിലാക്കുക, ഒരു മഹായുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ശേഷിക്കുന്ന ആൾക്കാർക്ക് കൃഷി ചെയ്ത് ജീവിക്കാനുള്ള ഒരു ഭൂമി വരെ ഉണ്ടാകില്ല. കാരണം അത് അത്രയ്ക്ക് നാശം വിതച്ചായിരിക്കും ആ യുദ്ധം നടക്കുക, ആ യുദ്ധം തീരുക. ഈ ഒരു യുദ്ധം തീരുമ്പോൾ 90% ആൾക്കാർ നശിച്ചിരിക്കും. കാരണം അത്ര അപകടകരമായ ആയുധങ്ങളാണ് ഓരോരുത്തരും തയ്യാറാക്കി വച്ചേക്കുന്നത്. തീർച്ചയായിട്ടും പരസ്പരം ആയുധങ്ങൾ ഉപയോഗിക്കും. ആ ആയുധങ്ങൾ എവിടെ ഉപയോഗിക്കുന്നു, എവിടെയൊക്കെയാണ് ലക്ഷ്യം വെച്ചത് ഫയർ ചെയ്യുന്നത്, അത് ലക്ഷ്യം തെറ്റിയെന്നും വരാം. അവിടെ ഈ ആയുധത്തിനും ഈ പോർമുനകൾക്ക് ഏത് രാജ്യം, ശത്രുവാർ, മിത്രമാർ എന്നൊന്നും അറിയാൻ സാധിക്കില്ല. നമ്മളെപ്പോഴും ഒന്ന് ചെയ്യേണ്ടത്, ചിന്തിക്കേണ്ടത്, നാം നമ്മളെ ചീറ്റ് ചെയ്യരുത്. ഒരു വ്യക്തി അവനെ ചീറ്റ് ചെയ്താൽ മാത്രമേ അവന് മറ്റൊരുത്തനെ ചീറ്റ് ചെയ്യാനുള്ള ശക്തി ഉണ്ടാവുകയുള്ളൂ. കാരണം ഇവിടെ ആര് ജയിക്കണം, ആരെ തോൽപ്പിക്കണം, ഇതാണ് ഇന്നത്തെ ലോകത്തുള്ള മനുഷ്യരുടെ ചിന്താഗതി. നാം ഒരിക്കലും കാണാത്തതും കേൾക്കാത്തതുമായ ഓരോ കാര്യങ്ങളെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ട ഒരു വലിയൊരു ഒരു ന്യൂസായിരുന്നു, കുഞ്ഞുങ്ങൾക്ക് ഹരീശ്വരി പഠിപ്പിച്ചു കൊടുക്കുന്ന അതും 3 സ്ത്രീകൾ മയക്കുമരുന്ന് ഉപയോഗിക്കുകയും മയക്കുമരുന്ന് വിൽപ്പനയും ഒപ്പം അവരുടെ രതിസുഖത്തിനായി അവർ എല്ലാം ത്യജിച്ച് അവർ കുഞ്ഞുങ്ങൾക്ക് ഹരീശ്വരി പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഗുരുസ്ഥാനത്ത് നിൽക്കുന്നവരാണെന്നുള്ള മറന്നുകൊണ്ട് അവർ മൊത്തം ഈ നമ്മുടെ സ്റ്റേറ്റ്സിനെ എത്ര മോശമായ നിലയിൽ എത്തിച്ചു. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമുക്കിത് കേട്ടതാണോ, കേൾവിയുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഒരു ലോകത്തിൽ വരുന്ന വലിയൊരു വിപത്തിൻ്റെ സന്ദേശങ്ങളാണ്. വളരെ മോശമായ സാഹചര്യമാണ്. നമുക്ക് ഇപ്പോൾ ഇന്ത്യയുടെ സ്ഥിതി നോക്കാം. എവിടെ നോക്കിയാലും ഒരു സ്വസ്ഥതയില്ലായ്മ, സ്വന്തം നിലനിൽപ്പിന് വേണ്ടി എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു. ഇവിടെ ആരും ആരോടും ഒരു മനസാക്ഷിയും കാണിക്കുന്നില്ല. ഭരണാധിപന്മാർ ഭരണം നിലനിർത്താൻ അവരുടെ അനുയായികളെ മാത്രം ശ്രദ്ധിക്കുന്ന ഒരവസ്ഥ നാം കാണുന്നു. പാർലമെൻറ്റിൽ നടക്കുന്ന ഓരോ വാദപ്രതിവാദങ്ങളും അവിടെ നമ്മുടെ പ്രധാനമന്ത്രിയും കാണുന്നില്ല, മറ്റു ഹോം മിനിസ്റ്ററെയും കാണുന്നില്ല. നാഥനില്ല കളരിയായി മാറിപ്പോകുന്ന ഒരു സംവിധാനം. ഇതൊന്നും നമ്മുടെ മുൻകാലങ്ങളിൽ കണ്ടില്ല. മറ്റൊന്നുള്ളത്, ഇവിടെ ഇന്ത്യയിൽ പാവപ്പെട്ടവനൊന്നും ചെയ്യാൻ വയ്യാത്തൊരു അവസ്ഥയാണ്. ഏതെങ്കിലും കോപ്പറേറ്റീവ്സ് ശക്തിമാനാണോ, അവർക്ക് രാഷ്ട്രീയമായി ബന്ധങ്ങളുണ്ടോ, അവർക്ക് മാത്രമേ ഇവിടെ ജീവിക്കാൻ പറ്റുന്നുള്ളൂ. അവരുടെ ലോകം, അവർ നയിക്കുന്ന ലോകം. അപ്പോൾ ഇതെല്ലാം ഒരു നാശത്തിൻ്റെ തുടക്കമാണ്. കാരണം ഇവിടെ കാപട്യത്തിൻ്റെ ഒരു സമയമാണ്, ഒരു കാപട്യത്തിൻ്റെ നാളുകളാണ്. അതിനാൽ സൂക്ഷിക്കുക. നാം വലിയൊരു വിപത്ത് നേരിടേണ്ട സാഹചര്യത്തിലേക്കാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അത് ഉണ്ടാകാതിരിക്കട്ടെ.
അതിനുവേണ്ടി ആയിരിക്കണം നാം പ്രാർത്ഥിക്കേണ്ടത്. ദുഷ്ടന്മാരെ പന പോലെ വളർത്തണം, മറ്റുള്ളവരെ അത്ര കണ്ട് വളർത്തില്ല. ഇവർക്ക് ഈശ്വരൻ ഒരു സ്ഥാനം നോക്കി വച്ചിട്ടുണ്ട്. അപ്പോൾ അവർ കാര്യങ്ങൾ മനസ്സിലാക്കും. ഒരു മഹായുദ്ധം വരാതിരിക്കട്ടെ. പ്രകൃതി നമുക്ക് ശിക്ഷ തരാതിരിക്കട്ടെ. പക്ഷേ പ്രകൃതി ശിക്ഷിക്കുന്ന രീതിയിലാണ് ഈ സൂര്യനെയും ചന്ദ്രനെയും ഭൂമിയെയും നമ്മൾ അറിവുശാലകളാക്കിയതും പരീക്ഷണശാലകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ഒരവസാനം ഉണ്ടാകണം. അത് നല്ല രീതിയിലായിരിക്കണം ആ പര്യവസാനം. ഈ ശക്തികൾ കോപിച്ചാൽ ഈ ലോകത്ത് നാം ആരും ഉണ്ടാകില്ല. അങ്ങനൊരു സാഹചര്യം വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.